അപ്പൊ ഏത് രോഗവും മാറാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ അക്യുപഞ്ചർ ചികിത്സയുണ്ട്. നാടി നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചികിത്സിക്കുമ്പോൾ നിങ്ങൾ പറയാത്ത അസുഖങ്ങൾ പോലും മാറുന്നുണ്ട്. രോഗം പറയേണ്ട ആവശ്യമില്ല. രോഗം പറയാതെ രോഗം മാറുന്ന ചികിത്സ ഉണ്ടോ നിങ്ങൾ അറിയില്ല? ഉണ്ടോ? രോഗം പറയാതെ രോഗം മാറുന്ന ചികിത്സ ഉണ്ടോ? രോഗി ഒന്നും പറയും. മുമ്പ് എന്റെ അടുത്ത് ഉമ്മ തന്നെയായിരുന്നു. ഉമ്മാക്ക് മുട്ടുവേദനക്ക് വന്നു, തേയ്മാനത്തിന്റെ എക്സ്റേ കാണിച്ചു. അപ്പോ ഏതായാലും 55-ാം വയസ്സിൽ ആദ്യ പ്രസവം. കുട്ടികളുടെ വന്നല്ല, ആ ഉമ്മാക്ക് ഇതേമാതിരി നടുന്നപോലെ മുട്ടുമ്പോഴൊക്കെ വന്നതാ. ചികിത്സ ചെയ്ത് മുന്നോട്ട് പോയ സമയത്ത് ഇവർക്ക് മെൻസസ് വന്നു. മെൻസസ് സ്റ്റാർട്ടായി. പിന്നെ 2-3 മാസം കഴിഞ്ഞ മെൻസസ് നിന്ന സമയത്ത് പരിശോധിച്ച സമയത്ത് 2 മാസം കഴിഞ്ഞു. 15 വർഷം കുട്ടികളില്ലാത്ത ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അത്ഭുതങ്ങളോട് അത്ഭുതങ്ങൾ ഇവിടെ നമ്മൾ ചൗക്കിയുള്ള സമയത്ത് ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? കുട്ടികളില്ലാത്തത്, മാനസിക രോഗികള്, കിഡ്നി പേഷ്യൻസ്, ഷുഗർ പേഷ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് എന്താണ്, എങ്ങനെ ജീവിക്കണം, എന്ത് നമ്മൾ കഴിക്കണം, എന്ത് കുടിക്കണം, എന്ത് കൃത്യമായിട്ടൊരു രീതിയുണ്ട്. ആ രീതി കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു അസുഖവും ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നുള്ള ഉറപ്പാണ്, സംശയമൊന്നുമില്ല. അല്ലെ? അസുഖം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഷയിൽ അസുഖം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഷയിൽ അസുഖമല്ല. ഇപ്പൊ പനി അസുഖമല്ല നമ്മൾ പറയും. തുമ്മൽ, ജലദോഷം, ഛർദി, വയറിളക്കം, ഇതൊന്നും അസുഖമായിട്ടാണ് പറയുന്നത്. അതാണ് ക്ലീനിങ് പ്രോസസ്, ശരീരത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയയായിട്ടാണ് നമ്മൾ പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് രോഗമാണ്. അപ്പൊ നിങ്ങളോട് പറയുമ്പോൾ എന്ത് ചെയ്യണം? രോഗം വരും, ചികിത്സ ഉണ്ടെന്ന് പറയണം. നമ്മളെ സംബന്ധിച്ച് രോഗം വരില്ലെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായോ? അപ്പൊ ഏതായാലും പിന്നെ ഒക്കെ എല്ലാം ഒന്ന് അടിച്ചുവിട്ട് പോയതാണ്. കാരണം നമ്മൾ ഇന്നത്തെ സെഷൻ ആയിരുന്നു. നമുക്ക് പിന്നീട് ഭാവിയിലേക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിൽ പറഞ്ഞ പോലെ പ്രമേഹത്തിലോ പ്രഷറിലോ ഹാർട്ട് അറ്റാക്കോ, ഇപ്പൊ കേരളത്തിൽ മൊത്തം നമ്മൾ ഹാർട്ട് അറ്റാക്കിൽ ക്ലാസ് പോകുന്നുണ്ട്. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കുഴഞ്ഞു വീഴുന്ന മരണം ഇല്ലാതെ ജീവിക്കാനുള്ള വിദ്യ, ടെക്നിക്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യം വന്നിട്ടുണ്ട്, കിഡ്നി സ്റ്റോൺ എങ്ങനെ ഉണ്ടാവുന്നതാണ് അല്ലേ? അപ്പൊ കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവാ? കിഡ്നിയിൽ അല്ലേ? സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കല്ല്. എങ്ങനെ കല്ലുണ്ടാവാ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആസിഡ് എന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ ശരീരത്തിൽ ആസിഡ് കൂടുമ്പോൾ ആസിഡില് ഈ ലവണങ്ങൾ, നമ്മുടെ ശരീരത്തിലെ കാൽസ്യം, മറ്റുള്ള ലവണങ്ങൾ ആസിഡ് ചേർന്ന് കഴിഞ്ഞാൽ കോൺക്രീറ്റ് പോലെ ഉറച്ചു പോകും. ഇതിനാ കല്ല് എന്ന് പറയും. കല്ല് ഒക്കെ എന്ത് ചെയ്യപ്പോ ഓപ്പറേഷൻ ചെയ്യണോ? എന്തായാലും മതി, ആസിഡ് കുറഞ്ഞപ്പോലെ. പറഞ്ഞ മനസ്സിലായില്ല? എങ്ങനെ കല്ലുണ്ടാവുന്നത്? നിങ്ങളെ കിഡ്നിയുടെ ആസിഡ്, ബ്ലഡ് വെസലിൽ ആസിഡ് കൂടും. ഈ ആസിഡ് കൂടി കഴിഞ്ഞാൽ ആസിഡ് നോർമൽ ആക്കാൻ വേണ്ടി ശരീരത്തിന് കാൽസ്യം വെച്ചിടും. ശരീരത്തിലുള്ള കാൽസ്യം, കൊളസ്ട്രോൾ പോലെ തന്നെ ലവണങ്ങൾ പോയിട്ട് എന്ത് ചെയ്യും? ഈ ആസിഡ് നോർമൽ ആക്കാൻ വേണ്ടി എത്തുമ്പോൾ ഇത് അവിടെ അടിഞ്ഞ് കോൺക്രീറ്റ് പോലെ ഉറച്ചു പോകും. ഇതിനാ കല്ലെന്ന് പറയുന്നത്. എപ്പോഴാ കല്ലുണ്ടെന്ന് അറിയാം? എപ്പോഴറിയാം? വെരി ഗുഡ്. ഉണ്ടോ? നല്ല ഉഷാറാണോ? അല്ലേ? വേദന വരുമ്പോൾ മനസ്സിലാവും. എന്താ വേദന? എന്താ പ്രസവവേദന? പ്രസവവേദന എപ്പോൾ ഉണ്ടാവാ? 1-ാം മാസം മുതലേ പ്രസവം ഉണ്ടാവും. 5-ാം മാസത്തില്, 6-ാം മാസത്തില്, എത്ര മാസം? ലാസ്റ്റ് അല്ലേ? അപ്പൊ പ്രസവവേദന ലാസ്റ്റ് ഉണ്ടെങ്കിൽ കല്ലിന്റെ വേദന എപ്പോൾ ഉണ്ടാവാം? ലാസ്റ്റ്. എന്താ ലാസ്റ്റ്? നിങ്ങളുടെ കിഡ്നിയിലുള്ള ആ കല്ല് കിഡ്നിക്ക് ബുദ്ധിമുട്ടായി വരുന്ന സമയത്ത് അതിനെ റിമൂവ് ചെയ്യുമ്പോൾ, ഒഴിവാക്കുമ്പോൾ വേദന ഉണ്ടാവും. നല്ലതാണോ മോശമാണോ? നല്ലതല്ലേ? പിന്നെ ഇഞ്ചക്ഷൻ അടിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ നിങ്ങൾ അക്യുപഞ്ചർ ചികിത്സയിൽ പോയാൽ നിങ്ങൾ നാടി നോക്കി ചികിത്സിക്കുമ്പോൾ കല്ല് പോകും. മുമ്പ് ഒരാളുടെ അടുത്ത് വന്നു, അയാൾ ശരീരം മൊത്തം വേദനയായിട്ട് വന്നു. അങ്ങനെ ശരീരം മൊത്തം വേദനയായിട്ട് വന്നിട്ട് ചികിത്സ ചെയ്തു. എന്താ സംഭവിച്ചത്? ചികിത്സിച്ചപ്പോ അയാളുടെ ശരീരത്തിൽ ആസിഡ് കുറഞ്ഞു. ആസിഡിറ്റി കുറഞ്ഞപ്പോ ഓട്ടോമാറ്റിക്കലി കല്ല് പുറത്തു വരും. ആ ആസിഡിലുള്ള ലവണങ്ങൾ ആസിഡ് നോർമൽ ആകുമ്പോൾ, ആൽക്കലീൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നോർമൽ ആയിട്ട് ആ ലവണങ്ങൾ പോവും, കല്ല് പൊടിഞ്ഞു പോകും. അല്ല, അതാണ് നമ്മളെ ഒറ്റമൂലി കഴിച്ചപ്പോലെ. ഒറ്റമൂലി കഴിച്ച് കല്ല് പോകുന്നില്ലേ? എന്താ കാരണം? ഒറ്റമൂലി കഴിക്കുമ്പോൾ ശരീരത്തിൽ ആൽക്കലീൻ ആവുകയാണ്, ആസിഡിറ്റി കുറയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യും. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ലോണം വിയർത്താൽ മാത്രം മതി. വിയർക്കണം. അമിതമായി വെള്ളം കുടിക്കുന്നവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അല്ലെ, കല്ലുള്ളവർക്ക് അമിതമായി വെള്ളം കുടിക്കില്ലേ? ധാരാളം വെള്ളം കുടിക്കുന്ന ആളുകൾ എപ്പോഴും മൂത്രപ്പഴുപ്പിലേക്ക് അല്ലേ? വെള്ളം കൂടുതൽ കുടിച്ചാൽ എന്താ സംഭവിക്കുക?
നിങ്ങളുടെ സെല്ലിൽ അമിതമായി വെള്ളം കെട്ടിക്കിടന്നാൽ സെല്ല് വീക്കാവും. സെല്ല് വീക്കായി കഴിഞ്ഞിട്ടാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്, പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പൊ കിഡ്നിയിൽ കല്ലുണ്ടാവുന്നുണ്ട് അല്ലെ, സിസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, പിന്നെ എന്താവും, ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ട്, എന്താ കിഡ്നി ഫെയിലിയർ ഉണ്ടാവുന്നുണ്ട് അല്ലെ, കിഡ്നി ഫെയിലിയർ ഉണ്ട്. എന്താ കിഡ്നി ഫെയിലിയർ പോകുന്നത്? നിങ്ങളെ കിഡ്നിയുടെ കോശങ്ങൾക്ക് നാശം സംഭവിക്കുക എന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇപ്പൊ പറയുന്ന ഡയാലിസിസ് ആളെ നോക്കുകയാണെങ്കിൽ ഒരു 10 ആൾക്ക് ചെയ്യുകയാണെങ്കിൽ 9 ആളും ശരിക്കും ഈ പറഞ്ഞ പോലെ പ്രശ്നമായിട്ടല്ല. മറ്റേ ആൾക്ക് പ്രശ്നമായിട്ട് ചെയ്യുന്നില്ല, മറ്റേ കൂടുതൽ ലക്ഷണം കാണുമ്പോൾ പോയി ഡയാലിസ് ചെയ്യുന്നു. എന്നാൽ ഡയാലിസ് ചെയ്ത് കഴിഞ്ഞാൽ മൂത്രം പോകുന്നില്ല, മൂത്രം പോകാൻ വേണ്ടി വീണ്ടും ഡയാലിസ് ചെയ്യേണ്ടി വരും. ഓക്കെ, നല്ല ചോദ്യമാണ്. ഈ ചോദ്യം ചോദിച്ചത് സന്തോഷമായി. കാരണം നമ്മൾ കിഡ്നിക്ക് വരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ല. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടാവും? എന്തെങ്കിലും ചെറിയ 2 സംശയങ്ങൾ, കുറെ സംശയങ്ങൾ ഉണ്ടാവില്ലേ? എന്താ മൂത്രം രക്തം പോകാരണം? എപ്പോഴൊക്കെ രക്തം ഉണ്ടാവും? സാധാരണ അല്ലേ, കിഡ്നി കല്ലുള്ളവ രക്തം പോലെ, പ്രസവിക്കും രക്തം പോലെ, പ്രസവിക്കും രക്തം പോവോ?